ഇടതു അനുകൂലിയാണെങ്കിൽ പോരാളി ഷാജിയുടെ അഡ്മിൻ പുറത്തുവരണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് ആർക്കും അറിയില്ല. പോരാളി ഷാജി എന്ന പേരിൽ തന്നെ നിരവധി പേജുകളുണ്ട്. യഥാർത്ഥ അഡ്മിൻ വ്യാജന്മാരെ തുറന്നുകാട്ടാൻ തയ്യാറാവണമെന്നും MV ജയരാജൻ പറഞ്ഞു. വ്യാജ പ്രൊഫൈലുകൾ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറി പാർട്ടിക്കെതിരെ പ്രചരണം നടത്തുകയാണ് പലരും. സോഷ്യൽ മീഡിയയിലെ വ്യാജ ഐഡികളെക്കുറിച്ചാണ് താൻ പാനൂരിൽ പറഞ്ഞതെന്നും ജയരാജൻ പറഞ്ഞു. മാധ്യമങ്ങൾ അവയെല്ലാം വളച്ചൊടിച്ചുവെന്നും MV ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം, 10 ആണോ 100 ആണോ, എത്ര എണ്ണം? ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം. ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം. ആരാണ് പോരാളി ഷാജി? ഇത് സമൂഹത്തിന് അറിയണ്ടേ? ഇപ്പോൾ MV ജയരാജൻ്റെ ഫേസ്ബുക്ക് പേജ് അറിയും, MV ജയരാജൻ്റെതാണെന്ന് അറിയും. അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട്, ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല. അപ്പോൾ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത്. അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത്. അപ്പോൾ അത് ആരാണ്? ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് ഇത്തരം കാര്യങ്ങൾ, ഒറിജിനൽ വരുന്നതേ ഇല്ല. ഈ പോരാളി ഷാജി ഒറിജിനൽ ആരാണെന്ന് അറിയില്ല, ഒരു പോരാളി ഷാജിയെ കുറിച്ച് അറിയില്ല. എന്തായാലും നമ്മളെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ? അറിയില്ല. കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത്? അറിയില്ല. അറിയില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും. ഏതോ ഒരു സിനിമയിലൊരു രംഗം ഉണ്ടായി. അംഗങ്ങൾ അവരുടെ ഘടകങ്ങളിലാണ് വിമർശിക്കേണ്ടത്. പോരാളി ഷാജി ഇടതുപക്ഷക്കാരനാണെങ്കിൽ അവർ തുറന്നു പറയണം. ഇത് കണ്ടെത്താൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നേരത്തെ MA റഹീമിനെ എരണം കെട്ടവനെന്ന് വിശേഷിപ്പിച്ച് പോസ്റ്റിട്ടതിന് പോലീസിൽ പരാതി നൽകിയിരുന്നു. വടകരയിൽ ശൈലജ ടീച്ചറെ അധിക്ഷേപിച്ചത് കോൺഗ്രസുകാരാണ്. ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവരാണോ പോരാളി ഷാജിക്ക് പിന്നിലെന്ന് അറിയണമെന്നും MV ജയരാജൻ പറഞ്ഞു. താൻ പാനൂരിൽ നടത്തിയത് ഇത്തരം ഇടതുപക്ഷത്തിന്റെ പേരിലുള്ള വ്യാജ ഗ്രൂപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന പ്രസംഗമാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു. ഇതിന്റെ മുകളിൽ അന്തിച്ചർച്ച നടത്തിയവർ തന്നെ ഫോണിൽ വിളിച്ച് വാസ്തവം എന്താണെന്ന് ചോദിക്കാൻ തയ്യാറായില്ലെന്നും MV ജയരാജൻ പറഞ്ഞു.